നോറ എന്തുകൊണ്ട് എന്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു. വേറൊന്നുമല്ല, നോറയുടെ ബർത്ത്ഡേക്ക് ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഞാൻ നോറയൊക്കെ ബിഗ് ബോസിനകത്ത് വെച്ച് ഭയങ്കര ശത്രുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാ, ഞങ്ങൾ സ്നേഹത്തിൽ പെരുമാറിയിട്ട് പോലുമില്ല. പക്ഷേ ബിഗ് ബോസിന് ഇറങ്ങി വന്നതിന് ശേഷം ഞാനും നോറയൊക്കെ ഭയങ്കര കൂട്ടാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും, ഇടയ്ക്ക് കാണും, ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. എല്ലാ പ്രോഗ്രാമിലും നോറ വരാറുണ്ട്. നോറ മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നോറയുടെ ടോപ്പിക്കാണ്, നോറയെ പറ്റി മാത്രം പറയും. ഓക്കെ, അപ്പോ നോറ ബർത്ത്ഡേക്ക് ഞാനും സായിയൊക്കെ പോയിരുന്നു, നന്ദൂട്ടുണ്ടായിരുന്നു, നിഷാനയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ജയന്റെ അടുത്ത് പറഞ്ഞു, സിജോ പരിപാടി ഒന്ന് കളറാക്കണം, നോറ എടുത്ത് വെള്ളത്തിലിടണം. ജയ തന്നെയാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. കാരണം ഞാനും ജയും അത്രയും കൂട്ടാം. മുഖത്ത് കേക്കൊക്കെ തേച്ചോ, കുഴപ്പമൊന്നുമില്ല, നോറയുടെ ഡ്രസ്സ് മാറ്റിക്കണം എന്നൊക്കെ പറഞ്ഞു. നോറ മേക്കപ്പിലൊക്കെയാണ്. അപ്പൊ ജയ പറഞ്ഞു നമുക്ക് ലൈസൻസ് ആയി. ഞങ്ങൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഫേസിലും വാരി തേക്കുന്നു. അപ്പോ ഈ കേക്ക് അതൊരു ഫുഡ് ഐറ്റം ആണ്, അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. ആൾക്കാരുടെ കമന്റിന് ഞാൻ മാനിക്കുന്നു. പക്ഷേ നമുക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ണാണ്, ആ മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ണാണ്. അപ്പൊ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്, അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അതിനകത്ത് വേറെ ഫുഡ് വേസ്റ്റ് ആക്കുക എന്നുള്ള പരിപാടിയേക്കാൾ കൂടുതലായിട്ട്, കാരണം ഇത്തിരി കേക്ക് എടുത്ത് മുഖത്ത് വെക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഉദ്ദേശത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നു. പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ബഹളമൊക്കെ വെക്കുന്നു, പൂളിലേക്ക് എടുത്ത് ചാടുന്നു, വലിച്ചെറിയുന്നു. പരിപാടി ഭയങ്കര, ആ മൊമെന്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. അപ്പൊ നോറ കല്യാണത്തിന് വരുന്നു, നോറയും ചെയ്യും കല്യാണത്തിന് വരുന്നു, ഫോട്ടോസ് എടുക്കുന്നു അല്ലെ, അവർ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരുന്നു. എന്നിട്ട് നോറ എനിക്ക് ഫസ്റ്റ് പറഞ്ഞു, ജോ ചേട്ടാ ഞാൻ ഇന്ന് പ്രതികാരം ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പൊ എനിക്ക് കാര്യം പിടിയിട്ട് അവൾ എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കും, ഒന്നെങ്കിൽ എന്റെ പൂളിലെടുത്തിടും, അല്ലെങ്കിൽ എന്റെ ദേഹത്ത് കേക്ക് തേക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ, പരിപാടി എല്ലാം കഴിഞ്ഞിട്ട്. ആദ്യം പറഞ്ഞു പരിപാടി എല്ലാം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ അൽത്താഫും ഷാലും കൂടെയാണ് പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും അടുത്തുണ്ട്. അപ്പോ അവര് വിളിച്ചു പറഞ്ഞു നമുക്കിനി 9 മണിയാകുമ്പോഴത്തേക്കും DJ ആരംഭിക്കുകയാണ്. DJ എല്ലാം തീർന്നു, ഇനി DJ ആണ്. അപ്പൊ എല്ലാവരും കൂടെ തുള്ളിക്കോളാൻ പറയുകയാണ്. അപ്പോ ഒരു 9:30 കഴിഞ്ഞു, ഒരു 9:45 ആയെന്ന് എന്റെ വിശ്വാസം അല്ലെ. അപ്പൊ ആ സമയത്ത് വീണ്ടും അനൗൺസ് ചെയ്തു നമ്മുടെ പരിപാടി തീരാൻ വേണ്ടി പോവുകയാണ്, ഇനി ആർക്കിനും ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫോട്ടോ എടുത്തു, ഇതോടുകൂടി എല്ലാ പരിപാടി കഴിയാണ്. 10 മണിയാകുമ്പോൾ നമ്മുടെ സൗണ്ട് ഒക്കെ ഓഫ് ചെയ്യണം. അപ്പം 10-ന് എൻഡ് ആണല്ലോ. അപ്പൊ നോറയ്ക്ക് തോന്നി ഈ പരിപാടി ഏകദേശം തീർന്നു. അവള് പെട്ടെന്ന് കേക്കുമായിട്ട് വരുന്നു, കേക്ക് എന്റെ ദേഹത്ത് കൊണ്ട് തേക്കുന്നു. അത് സത്യം പറഞ്ഞപ്പോ ഞാനും പെട്ടെന്ന്, കാരണം നോറ എന്റെ അടുത്ത് നേരത്തെ വന്ന് പണി തരുമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല, മറന്നുപോയി. പെട്ടെന്ന് എല്ലാവരും ഷോക്കായി. അത് സത്യം കേട്ടോ, അവിടെ ഉണ്ടായിട്ട് എല്ലാവരും ഷോക്കായി, ലിനുവും ഷോക്കായി, എല്ലാവരും ഷോക്കായി. അത് നോറ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. സായിക്കെന്തോ പറ്റിയിട്ടുണ്ട്. Sneha was wearing a high heels. Okay, high heels means this much high heels she was wearing, and ഞാൻ shoes ഇട്ടിട്ടുണ്ട്, but mine was like a flat one. ഇപ്പൊ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ, ബിക്കോസ് സ്നേഹ എന്നെ സ്നേഹിച്ച സമയത്ത് ഐ വാസ് 120 kg. അതെ, ഞാൻ സായിനെ സ്നേഹിക്കുന്ന സമയത്ത്120 kg. സ്നേഹ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അയാളെ തന്നെയാണ് കെട്ടിയത്. അല്ല, എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ഞാൻ അങ്ങനെയല്ല. You സ്നേഹിക്കൽ me, only one I സ്നേഹിക്കൽ you സ്നേഹിക്കൽ I don't know. Yeah, I don't know, you don't know, I know. Okay, അപ്പോ സ്നേഹ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ സമയത്ത് അവരെ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അപ്പൊ അത് 120 കിലോ ആണ് ആ ടൈമിൽ. ഞാൻ I was 120 kg. അപ്പൊ ആ സമയത്ത് സ്നേഹ എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല, എന്റെ ഹൈറ്റ് നോക്കിയില്ല, എന്റെ നിറം നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. അത് നോക്കുകയാണെങ്കിൽ സ്നേഹയ്ക്ക് കൂടെ ഗോൺ ഫോർ ബെറ്റർ ഓപ്ഷൻസ്. സ്നേഹയ്ക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മോശമാണെന്നെങ്കിൽ വേറെ ബെറ്റർ ഓപ്ഷൻ നോക്കായിരുന്നു. ബട്ട് സ്നേഹ എന്നെ ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്തു. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. എന്തൊക്കെ വിഷയങ്ങളാണല്ലേ അപ്പൊ നമ്മുടെ ഇവിടെ നടന്നിരിക്കണം. അപ്പൊ ഒരു സ്ഥലത്ത് സിജോന്റെ കല്യാണത്തിന് വന്ന് നോറ കേക്ക് തേക്കുന്നു. പിന്നെ കേക്ക് തേച്ചതിന്റെ വീഡിയോ കണ്ടിട്ട് ദിയാകൃഷ്ണ അതിന്റെ അടിയിൽ ചെന്ന് കമന്റ് ഇടുന്നു, കൊന്നു കളയുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നിട്ടിരിക്കണം. അപ്പൊ എന്തായാലും ദിയാകൃഷ്ണ ആ ഒരു കമന്റ് അല്ല, സോറി, ദിയാകൃഷ്ണ സ്റ്റോറി ഇട്ടിട്ടുണ്ടായി. അതായത് എന്റെ ആളോടാണ് ചെയ്തെങ്കിൽ ഞാൻ
തട്ടിക്കളയോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ആ കമന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭീഷണി പോലത്തെ ഒരു കമന്റ് ആണ്. അപ്പൊ അതൊന്നിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാര്യം ചെയ്തത്, അതായത് നോറ ചെയ്തത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ഇപ്പൊ ഈ കേക്ക് പോലത്തെ ഒരു ഫുഡ് വേസ്റ്റ് ആക്കാന്ന് പറയുന്നത് എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ലാത്തൊരു കേസാണ്. ഇപ്പൊ ബർത്ത്ഡേക്കൊക്കെ പലരും കേക്കൊക്കെ എടുത്ത് പൊത്തണതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അതിപ്പോ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ദിയാകൃഷ്ണക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം, ആ ദിയാകൃഷ്ണയുടെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അതിന് മറ്റേ നോറേനെ തട്ടിക്കളയും എന്നുള്ള രീതിക്ക് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വേറൊരു വിഷയമാണ് ഈ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ സീക്രട്ട് ഏജന്റ് സ്നേഹം കൂടെ കിസ് അടിച്ച ആ ഒരു സംഭവം. അതിന്റെ അടിയിലാത്തൊരു കമന്റ് വന്നിട്ടുണ്ടായി. ആ കമന്റ് തന്നെ കുള്ളൻ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കമന്റാണ്. അപ്പൊ ആ ഒരു കമന്റിന്റെ അടിയിൽ ചെന്നിട്ട് ദിയാകൃഷ്ണ മറ്റേ ചിരിക്കുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ട് പോയേക്കണേ. അപ്പൊ അതായത് ഒരു ബോഡി ഷെയിം ചെയ്യുന്ന ഒരു കമന്റാണ്. സീക്രട്ട് ഏജന്റിനെ പൊക്കത്തിന് വെച്ചിട്ട് ബോഡി ഷെയിം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന, അതായത് അവർക്കില്ല അതിനകത്ത് വിഷയം. ഇപ്പൊ ഈ ഒരു കേക്കിന്റെ കേസിനകത്താണെങ്കിലും അവർക്കില്ല അതിനകത്ത് വിഷയം. ഈ ഒരു പല കമന്റുകളും കണ്ടായിരുന്നു, ഈ സിജോന അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. കാര്യം സിജോനില്ല വിഷയം, പിന്നെ ആർക്കാണ് വിഷയം? അത് സംഭവത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ ഈ സിജോനത് ചെയ്തു, പാവം സിജോ എന്നൊക്കെ പറയാനായിട്ട് സിജോന് വിഷമമൊന്നും ഇല്ല അതിനകത്ത്. സിജോന് അതിനകത്തൊരു പ്രശ്നമില്ല. കാര്യം അത് പ്രതികാരം എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. അപ്പൊ അതിനകത്ത് അത് ആ ഒരു ഫണ്ട് ആ ഒരു രീതിക്കാണ് അവർ എടുത്തേക്കുന്നത്. പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കി എന്നുള്ളതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ ഈ സീക്രട്ട് ഏജന്റിന് ഈ ഒരു ബോഡി ഷെയിം ചെയ്തതിന്റെ അടിയിൽ ചെന്നിട്ട് ഈ ദിയാകൃഷ്ണൻ ഈ ഒരു കമന്റ് ഇട്ടതിന്റെ ആ ഒരു സാധനം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാര്യം അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, ബോഡി ഷെയിം ചെയ്യുന്നതൊക്കെ നോർമലാണ് എന്നുള്ള രീതിക്കാണ് ഈ ദിയാകൃഷ്ണൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് ഇത്രയൊക്കെയാണ് പറയാൻ പറ്റുക. അതെന്തായാലും അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്നതിന്റെ അടിയിൽ ചെന്നിട്ട് ഇങ്ങനെ അത് ആസ്വദിച്ചിരിക്കുന്ന പോലത്തെ ഒരു സംഭവം. കാര്യം ബോഡി ഷെയിം ചെയ്യുന്ന ആളാരാണ് ചെയ്യുന്നത്? ഈ ഒരു ഫേക്ക് ഐ ഡിയാണ്. ഫേക്ക് ഐ ഡി എന്ന് വന്നിട്ട് അവർക്ക് എന്തും പറയാനുള്ള ധൈര്യത്തിനകത്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ നിങ്ങളുടെ സ്വന്തം ഐ ഡിനകത്ത് ചെന്നിട്ട് ഇത്രയും ഇതായിട്ട്, അതായത് അവനെ ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല, ചിരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ചിരിച്ചത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയുന്നത്? വീഡിയോയുടെ കമന്റ് പോയിട്ട് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്തൊരു കാണുന്നവർക്ക്. നോറ എന്തുകൊണ്ട് എന്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോറ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു. വേറൊന്നുമല്ല, നോറയുടെ ബർത്ത്ഡേക്ക് ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഞാനും നോറയൊക്കെ ബിഗ് ബോസിനകത്ത് വെച്ച് ഭയങ്കര ശത്രുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാ, ഞങ്ങൾ സ്നേഹത്തിൽ പെരുമാറിയിട്ട് പോലുമില്ല. പക്ഷേ ബിഗ് ബോസിന് ഇറങ്ങി വന്നതിന് ശേഷം ഞാനും നോറയൊക്കെ ഭയങ്കര കൂട്ടാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും, ഇടയ്ക്ക് കാണും, ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. എല്ലാ പ്രോഗ്രാമിലും നോറ വരാറുണ്ട്. നോറ മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നോറയുടെ ടോപ്പിക്കാണ്, നോറയെ പറ്റി മാത്രം പറയും. ഓക്കെ, അപ്പോ നോറ ബർത്ത്ഡേക്ക്